Hi everyone, good morning. Welcome to MTM Education channel. It's me, Sheeja. നിങ്ങളുടെ തേർഡ് സെം എല്ലാം കംപ്ലീറ്റ് ആയി നിങ്ങളിപ്പം ഫോർത്ത് സെം അല്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഫോർത്ത് സെമ്മിൽ നിങ്ങൾക്ക് എത്ര പേപ്പർ ഉണ്ട്? 5 പേപ്പർ ഉണ്ട് അല്ലേ? ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം അതിൽ ഞാൻ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യുന്ന പേപ്പർ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു പേപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു വോയിസ് ഓവർ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് കേൾക്കുക. ഓക്കെ, അപ്പം നമുക്കിനി കൂടുതലായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ലെറ്റ്സ് ജംപ് റൈറ്റ് ഇൻ ടു ദ ടോപ്പിക്. അപ്പം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, ബാങ്കിങ്ങിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരും ബാങ്കിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് ബാങ്കിങ്ങിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, ടൈപ്സ്, അതിൻ്റെ ഒറിജിൻ, ഫീച്ചേഴ്സ്, പിന്നെ കസ്റ്റമേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. സിമ്പിളാണ് കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, ബാങ്കിങ് അല്ലെങ്കിൽ ബാങ്ക്, ഇതൊക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുള്ളൊരു ടേമാണ് അല്ലേ? ബാങ്ക് അല്ലെങ്കിൽ ബാങ്കിങ്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? കേൾക്കുക എന്ന് മാത്രമല്ല, നിങ്ങൾ എന്താണ് പോയ സ്ഥലം കൂടിയായിരിക്കും. മിക്ക ആളുകളും വിസിറ്റ് ചെയ്തിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് എന്ത്, ബാങ്ക് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ ബാങ്കിങ്ങിന് എന്തുണ്ട്, നമുക്ക് നമ്മളുടെ ഈ സിസ്റ്റത്തിൽ, നമ്മളുടെ ഈ ബിസിനസ് ഫീൽഡിലെല്ലാം നമുക്ക് എന്താണ് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ? ഒരുപാട് സ്ഥാപനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത്, ബാങ്ക് എന്ന് പറയുന്നത് അല്ലേ? അതായത് നമ്മളുടെ ഒരു കൺട്രിയുടെ ഡെവലപ്മെൻറ്റ്, ആ ഡെവലപ്മെൻറ്റ് പ്രധാനമായിട്ടും എന്തിലാണ് നിലനിൽക്കുന്നത്, എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്? ബാങ്കുകളെ ആശ്രയിച്ചിട്ടാണ്, അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടറിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടിസിപ്പൻ്റാണ്, അല്ലെങ്കിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പൻ്റാണ് ഈ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ കൺട്രിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കും എക്കണോമിക് ഗ്രോത്തിനും ഒക്കെ എന്താണ്, ബാങ്ക് പ്രധാന റോള് വഹിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ ബാങ്ക് അറിയപ്പെടുന്നത്, ബാങ്കിങ് സെക്ടർ അറിയപ്പെടുന്നത് ഒരു നമ്മളുടെ മോഡേൺ ബിസിനസ്സിൻ്റെ ബാക്ക് ബോൺ ആയിട്ടാണ് എന്തറിയപ്പെടുന്നത്, ഈ ബാങ്കിങ് സെക്ടർ അറിയപ്പെടുന്നത്. കാരണം നമുക്ക് ഏതൊരു ബിസിനസ്, നമ്മൾ ചെറുതായാലും ശരി വലിയ ബിസിനസ് ആയാലും ശരി, നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും മണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആശ്രയിക്കുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? ബാങ്കുകളെ ആണ്. സോ ബാങ്കിങ് സെക്ടർ ആർ ദ ബാക്ക് ബോൺ ഓഫ് എവറി ബിസിനസ്. ഇനി എന്താണ് മീനിങ്? ഇപ്പോൾ നമ്മൾ ബാങ്കിങ് സെക്ടർ എന്നൊക്കെ പറഞ്ഞു. എന്താണ് ഈ ബാങ്ക് എന്നുള്ളതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്? A bank is a financial institution which deals with the money and credit അല്ലേ? മണി അല്ലെങ്കിൽ ക്രെഡിറ്റ്, ഇതെല്ലാം ഡീൽ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത്, ബാങ്ക് എന്ന് പറയുന്നത് അല്ലേ? ബാങ്കിൽ എന്താണ് ചെയ്യുന്നത്? ഇറ്റ് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡ് മണി ടു ദോസ് ഹൂ ആർ ഇൻ നീഡ് ഓഫ് ഇറ്റ്. അതായത് ആളുകളുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യുന്നു? പൈസ ആക്സെപ്റ്റ് ചെയ്യുന്നു. അതുപോലെ ആർക്കാണോ പൈസയ്ക്ക് ആവശ്യം, അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ബാങ്ക് കടം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത്, ബാങ്ക് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, പൈസ കൊടുക്കുകയും പൈസ വാങ്ങിക്കുകയും ചെയ്യാന്ന് മാത്രമല്ല, നമ്മുടെ പൈസ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും നമ്മളെ സഹായിക്കുന്നത് ആരാണ്? ബാങ്കുകളാണ്. അപ്പോൾ പൈസ ആക്സെപ്റ്റ് ചെയ്യുന്നു, പൈസ ലെൻഡ് ചെയ്യുന്നു. അത് മാത്രമല്ല, പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതും ആരാണ്? ഈ ബാങ്കുകൾ ആണ്. ഇനി ബാങ്കിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. ബാങ്ക് അല്ലെങ്കിൽ ബാങ്കിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. ആ ഡെഫിനിഷൻ നിങ്ങൾക്ക് കുറേ ഡെഫിനിഷൻസ് പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മെയിനായിട്ട് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949, ആ ആക്റ്റിൽ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഈ ബാങ്കുകളെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ആക്റ്റാണ് ഏത് ആക്ട്? ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. അപ്പോൾ ഈ ആക്ടിൽ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടാണ് ഓരോ ബാങ്കുകളും ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ആ ഡെഫിനിഷൻ എന്നുള്ളത് നോക്കാം.
നമ്മളുടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള നോട്ടിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടായിട്ടാണ് ആ ഡെഫിനിഷൻ വരുന്നത് കേട്ടോ, ശ്രദ്ധിക്കൂ. അക്കോർഡിംഗ് ടു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949, a banking is one which transact the business of banking, which means accepting for the purpose of lending or investment of deposits of money from the public, repayable on demand or otherwise, and withdrawable by check, draft, order or otherwise. എന്താണ് നിങ്ങൾക്ക് പിടുത്തം കിട്ടിയോ? എന്താണ് ബാങ്കിങ് എന്ന് പറയുന്നത്? അക്സെപ്റ്റിംഗ് ഫോർ ദ പേർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം പബ്ലിക്. അതായത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും പൈസ എന്ത് ചെയ്യാണ്? ആക്സെപ്റ്റ് ചെയ്യാണ് അല്ലേ? ഫോർ ദ പേർപ്പസ് ഓഫ്, എന്തിനു വേണ്ടിയിട്ടാണ് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് പൈസ ആക്സെപ്റ്റ് ചെയ്യുന്നത്? ഫോർ ദ പേർപ്പസ് ഓഫ് എന്താണ്? ലെൻഡിങ് അല്ലേ? പൈസ കടം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് പബ്ലിക്കിൽ നിന്നും പൈസ ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ പൈസയാണ് ബാങ്ക് എന്ത് ചെയ്യുന്നത്? ആവശ്യക്കാർക്ക് കൊടുക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ എന്താണ്? റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ്. നമ്മൾ കടം എടുത്തു കഴിഞ്ഞാൽ ബാങ്ക് എപ്പോൾ ആവശ്യപ്പെടുന്നോ അപ്പം നമ്മളത് എന്ത് ചെയ്തിരിക്കണം? റീപേ ചെയ്തിരിക്കണം. ആൻഡ് വിഡ്രോവബിൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. ഇനി നമ്മൾ വല്ല പൈസയും ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം? വിഡ്രോ ചെയ്യാം. എങ്ങനെ വിഡ്രോ ചെയ്യാം? ബൈ യൂസിങ് ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. ചെക്കോ ഡ്രാഫ്റ്റോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഓർഡറോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അതെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പൈസ വിഡ്രോ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത്? ഈ ബാങ്കിങ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറയുന്നത്. പൈസ എന്ത് ചെയ്യുന്നുണ്ട്? ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആളുകളുടെ അടുത്ത് നിന്ന് പൈസ ആക്സെപ്റ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? പൈസ മറ്റുള്ളവർക്ക് കടം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ പൈസ കടം മേടിക്കുകയാണെങ്കിൽ ബാങ്ക് എപ്പോൾ ആവശ്യപ്പെട്ടാലോ എപ്പോഴാണോ ആവശ്യപ്പെടുന്നത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ആ പൈസ നമ്മൾ തിരിച്ചു കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പൈസ നമുക്ക് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്? എപ്പോൾ വേണമെങ്കിലും ചെക്കോ ഡ്രാഫ്റ്റോ ഉപയോഗിച്ചിട്ടൊക്കെ എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്? വിഡ്രോ ചെയ്യാം. അപ്പോൾ ഈ രീതിയിലുള്ള ഫങ്ഷൻസ് നടത്തുന്ന സെക്ടേഴ്സാണ് എന്ത്? ബാങ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാങ്കിങ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പറയണത് ഫീച്ചേഴ്സ് ഓഫ് ബാങ്ക് ആണ്. ബാങ്കിൻ്റെ ഫീച്ചേഴ്സ് ആണ് പറയണത്. അപ്പോൾ ശ്രദ്ധിക്കുക, അതിൽ ഫസ്റ്റ് പോയിന്റ് ഡീലിംഗ് ഇൻ മണി. എന്താണ് ഡീലിംഗ് ഇൻ മണി എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളാണ്. ബാങ്കിൽ സാധാരണയായിട്ട് എന്താണ് അവർ ഡീൽ ചെയ്യുന്നത്? പൈസ അല്ലേ? മണിയാണ് എന്ത് ചെയ്യുന്നത്? അവർ ഡീൽ ചെയ്യുന്നത്. എല്ലാ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനും എന്താണ് ഡീൽ ചെയ്യുന്നത്? പൈസയാണ് ഡീല് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ഇൻഡിവിജ്വൽ ഓർ ഫേം ഓർ കമ്പനി. ബാങ്ക് എന്താണെന്നാണ് പറയുന്നത്? എ ബാങ്ക് മേ ബി എ പേഴ്സൺ, എ ഫേം ഓർ എ കമ്പനി. ബാങ്ക് എന്താവാം? ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു ഫേം ആവാം, അല്ലെങ്കിൽ ഒരു കമ്പനി. ഇതൊക്കെ എന്താണ്? ബാങ്കായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ എന്ത് പറയുന്നുണ്ട്? എല്ലാ കമ്പനിയും എന്താവണമെന്നില്ല? ബാങ്ക് ആവണമെന്നില്ല അല്ലേ? എ ബാങ്കിങ് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഈസ് ഡൂയിങ് ദ ബിസിനസ് ഓഫ് ബാങ്കിങ്. ബാങ്കിങ് ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാങ്കിങ് കമ്പനി അല്ലെങ്കിൽ ബാങ്കിങ് ഫേം, അല്ലെങ്കിൽ അതായത് ഒരു ഇൻഡിവിജ്വൽ ബാങ്കിങ് ബിസിനസ് ആണ് നടത്തുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? ബാങ്ക് എന്നാണ് ട്രീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഫേം, അതും അല്ലെങ്കിൽ ഒരു കമ്പനി, അത് ബാങ്കിങ് ബിസിനസ് ആണ് നടത്തുന്നതെങ്കിൽ അതൊക്കെ എന്താണ്? ബാങ്കിങ് കമ്പനി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഫേം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ ബാങ്കിങ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവർ ഏത് ബിസിനസ് ഡീൽ ചെയ്യണം എന്നാണ് പറയുന്നത്? ബാങ്കിങ് ബിസിനസ് ഡീല് ചെയ്തിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ പറയണത് അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? പബ്ലിക്കിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? Bank accept money from the people in the form of deposits which are usually repayable on demand and after the expiry of a fixed period. അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്.
ആ ഡെപ്പോസിറ്റ് നമ്മൾ എപ്പോഴാണ് റീപേ ചെയ്യുന്നത്? ബാങ്ക് ഡിമാൻഡ് ബാങ്കല്ല ഡിമാൻഡ് ചെയ്യുന്നത്, ഡെപ്പോസിറ്റ് ചെയ്ത ആൾ ആരാണോ അവർ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്തിരിക്കണം? റീപേ ചെയ്തിരിക്കണം. അതുപോലെ നമ്മളുടെ അക്കൗണ്ടിൻ്റെ എക്സ്പയറി ആയി കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ചിലപ്പം ഫിക്സഡ് ഡെപ്പോസിറ്റൊക്കെ എന്താണ്, ചിലപ്പോൾ 5 മാസം 6 മാസം അല്ലേ, അങ്ങനൊരു നിശ്ചിത കണക്കിനായിരിക്കും ഇടുന്നത്. അപ്പോൾ ആ ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്? വിഡ്രോ ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ പറയണത് ഗിവിങ് അഡ്വാൻസസ്. ഇനി എന്താണ്? ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട് എന്നാണ്? അഡ്വാൻസ് കൊടുക്കുന്നുണ്ട്. അഡ്വാൻസ് കൊടുക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പൈസ ആർക്കാണോ ആവശ്യമുള്ളത് അവർക്ക് ബാങ്ക് എന്ത് ചെയ്യുന്നു? പൈസ കടം കൊടുക്കുന്നു. ബാങ്ക് ലെൻഡ് ചെയ്യുന്നുണ്ട്, പൈസ കടം കൊടുക്കുന്നുണ്ട്. അതാണ് ഗിവിങ് അഡ്വാൻസസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പേയ്മെൻറ്റ് ആൻഡ് വിഡ്രോവൽ. A bank provides easy payment and withdrawal facility to its customers in the form of check and draft. അപ്പോൾ ബാങ്കിൽ നമുക്ക് എന്ത് നടത്താം? പേയ്മെൻറ്റും നടത്താം, ബാങ്കിൽ നിന്ന് പൈസ എന്തും ചെയ്യാം? വിഡ്രോവും ചെയ്യാം അല്ലേ? നമുക്ക് പേയ്മെൻറ്റ് ബാങ്കിൽ പൈസ അടയ്ക്കാണ്ടെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് നടത്താം. അല്ല നമ്മുടെ പൈസ നമുക്ക് അവിടുന്ന് പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം? പിൻവലിക്കാം, അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാം. അങ്ങനെയുള്ളൊരു ഫെസിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി സാധാരണയായിട്ട് നമ്മൾ പൈസ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ചെക്കോ ഡ്രാഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൈസ വിഡ്രോ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പറയണത് ഏജൻസി ആൻഡ് യൂട്ടിലിറ്റി സർവീസസ്. ഇനി ബാങ്ക് എങ്ങനെയുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിന്? എങ്ങനെയുള്ള സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ജനറൽ യൂട്ടിലിറ്റി സർവീസും അതുപോലെ ഏജൻസി സർവീസും. ഇത് രണ്ടും എന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. കാരണം വെച്ചാൽ ഇത് നിങ്ങൾക്ക് പിന്നെ വരുന്നുണ്ട്. എന്തൊക്കെയാണ് ബാങ്കിൻ്റെ ജനറൽ യൂട്ടിലിറ്റി സർവീസസ്, എന്തൊക്കെയാണ് ഏജൻസി സർവീസസ്, ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം ഇത്രയും മനസ്സിലാക്കുക. 2 തരത്തിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നെന്താണ്? ജനറൽ യൂട്ടിലിറ്റി സർവീസും, ഒന്നെന്താണ്? പിന്നെ ഏജൻസി സർവീസും. ദെൻ നെക്സ്റ്റ് 7th പോയിന്റ് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് സർവീസ് ഓറിയൻറ്റേഷൻ. ഒരു ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? എ ബാങ്ക് ഈസ് എ പ്രോഫിറ്റ് സീക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാവിങ് സർവീസ് ഓറിയൻറ്റഡ് അപ്രോച്ച്. അതായത് ബാങ്കിനെ 2 രീതിയിലും ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ബാങ്ക് എന്താണ്? പ്രോഫിറ്റ് മോട്ടീവാണ്. പക്ഷേ പ്രോഫിറ്റ് മോട്ടീവ് ആണെങ്കിലും അത് എന്തും കൂടെ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്? ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സർവീസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാങ്കിങ്ങിനെ നമുക്ക് വെറും പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറയാൻ പറ്റില്ല. പ്രോഫിറ്റ് മോട്ടീവ് പ്ലസ് അതെന്തും കൂടെയാണ്? സർവീസ് ഓറിയൻറ്റഡും കൂടെ ആണ്. ദെൻ നെക്സ്റ്റ് വൺ പറയണത് എവർ ഇൻക്രീസിങ് ഫങ്ഷൻ. എന്താണ് എവർ ഇൻക്രീസിങ് ഫങ്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദർ ഈസ് കണ്ടിന്യൂസ് എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ആസ് റിഗാർഡ്സ് ദ ഫങ്ഷൻ, സർവീസസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് എ ബാങ്ക്. ഒരു ബാങ്കിൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എപ്പോഴും അത് ആ ആക്ടിവിറ്റീസൊക്കെ ബാങ്ക് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? എക്സ്പാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ നടത്തുക അല്ലേ? ഫങ്ഷൻസ് എന്തായാലും ശരി, എന്ത് ഫങ്ഷൻ ആയാലും എന്ത് ആക്ടിവിറ്റീസ് ആയാലും ഇടയ്ക്കിടയ്ക്ക് ബാങ്കുകൾ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഡൈവേഴ്സിഫിക്കേഷൻ നടത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള സർവീസ് ഇടയ്ക്കിടയ്ക്ക് അവർ എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ വൈവിധ്യത പുലർത്താൻ ശ്രമിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ പറയണത് കണക്റ്റിംഗ് ലിങ്ക്. A bank act as a connecting link between borrowers and lenders of money. അതായത് ബോറോവർ എന്ന് പറഞ്ഞാൽ ആരാണ്? പൈസ കടം മേടിക്കുന്ന ആള്. ലെൻഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? പൈസ കടം കൊടുക്കുന്ന ആള്. അപ്പോൾ ഈ ബോറോവറിൻ്റെയും ലെൻഡറിൻ്റെയും ഇടയിലുള്ളൊരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? ബാങ്ക് പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണ് ഇവരെ തമ്മിൽ കണക്ട് ചെയ്യിക്കുന്നത്? ബാങ്ക് കളക്ട് മണി ഫ്രം ദോസ് ഹു ഹാവ് സർപ്ലസ് മണി ആൻഡ് ഗീവ് ദ സെയിം ടു ദോസ് ഹു ആർ ഇൻ നീഡ് ഓഫ് മണി. എങ്ങനെയാണ് ഇവർക്കിടയിൽ പിന്നെ കണക്റ്റിംഗ് ലിങ്കായിട്ട് പ്രവർത്തിക്കുന്നത്? അപ്പം ആരുടെ കയ്യിലാണോ കൂടുതൽ പൈസ ഉള്ളത് അവരെന്ത് ചെയ്യുന്നുണ്ട്? ബാങ്കിൽ പൈസ എന്ത് ചെയ്യുന്നുണ്ട്? ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അവരാ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ ഉപയോഗിച്ചിട്ടാണ് ബാങ്ക് എന്ത് ചെയ്യുന്നത്? ലോൺ എല്ലാം എടുക്കാൻ വരുന്ന ആളുകൾക്ക് പൈസ കൊടുക്കുന്നത്. അങ്ങനെയാണ് എന്തായിട്ട് പ്രവർത്തിക്കുന്നത്? കണക്റ്റിംഗ് ലിങ്കായിട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. എൻ്റെ കയ്യിലുള്ള ആ പൈസ ഉപയോഗിച്ചിട്ടാണ് ബാങ്ക് എന്ത് ചെയ്യുന്നത്? നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലോണ് തരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ തമ്മിൽ എന്താവുന്നുണ്ട്? ചെറിയൊരു കണക്ഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. ആര് വഴിയാണ് നമുക്ക് ആ കണക്ഷൻ ഉണ്ടാവുന്നത്? ബാങ്ക് വഴിയാണ് ആ ഒരു കണക്ഷൻ ഉണ്ടാവുന്നത്.
ദെൻ നെക്സ്റ്റ് വൺ പറയണത് ബാങ്കിങ് ബിസിനസ്. A bank's main activity should be to do business of banking which should not be subsidiary to any other business. അതായത് ഒരു ബാങ്കിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണെന്നാണ് പറയുന്നത്? ബാങ്കിങ് ബിസിനസ് തന്നെയാണ്. എന്താണ് ബാങ്കിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ? ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുക, അത് ആവശ്യക്കാർക്ക് കൊടുക്കുക, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ആണ് ആര് നടത്തുന്നത്? ബാങ്ക് നടത്തുന്നത്. ദെൻ ലാസ്റ്റ് വൺ യുണീക്നെസ്. എന്താണ് യുണീക്നെസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? എ ബാങ്ക് ഷുഡ് ഓൾവേസ് ആഡ് ദ വേർഡ് ബാങ്ക് ടു ഇറ്റ്സ് നെയിം ടു എനേബിൾ പീപ്പിൾ ടു നോ ദാറ്റ് ഇറ്റ് ഈസ് എ ബാങ്ക് ആൻഡ് ഇറ്റ് ഈസ് ഡീലിംഗ് ഇൻ മണി. അതായത് ഒരു ബാങ്ക് എപ്പോഴും അതിൻ്റെ പേരിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്? ബാങ്ക് എന്നുള്ളത് ആ ടേം എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവും എന്ത്? ഇതൊരു ബാങ്കാണ്, ഇവിടെ എന്താണ് ഡീല് ചെയ്യുന്നത്? പൈസയാണ് ഇവിടെ ഡീല് ചെയ്യുന്നത്. ഇത് ആളുകൾക്ക് മനസ്സിലാവും. നമുക്ക് അറിയാം, ഒരു സ്ഥാപനത്തിൻ്റെ കൂടെ ബാങ്ക് എന്ന് ചേർത്താൽ തന്നെ നമുക്കറിയാം അവിടെ എന്താണ് നടക്കുന്നത്. അതൊരു ബാങ്കാണ്, അതിൽ ബാങ്കിങ് ബിസിനസ്സാണ് നടക്കുന്നത്. ബാങ്കുകൾ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് എന്താണ്? മണി ആണ്. അപ്പോൾ അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യുണീക്നെസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയാണ് എന്താണ്? ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ബാങ്ക്. ഇതാണ് ബാങ്കിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫസ്റ്റ് ക്ലാസ്സിൽ ഞാനിപ്പോൾ തൽക്കാലം ഇത്രയും എടുത്തിട്ട് ഞാൻ നിർത്തുകയാണ്. ഇനി ബാക്കി ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യാം. എന്നിട്ട് നിങ്ങളിത് എന്ത് ചെയ്യുക? ക്ലാസ് കേൾക്കുക. ക്ലാസ് കേട്ടിട്ട് എവിടെയാണ് സംശയം എന്നുള്ളത് നിങ്ങൾ പറയുക. ബാക്കി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വാട്സാപ്പിൽ ഓഡിയോ ഇടാം. ഓക്കെ.